എന്താ സുഖമില്ലേ? ഇരിക്കെ. ആതിരയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നോട് പറയാൻ മടിയാണെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മയെ ഒരു അന്യായിട്ട് കാണരുത്. അമ്മ വെറും പാവാ. കാര്യമായിട്ട് എന്തോ പ്രയാസമുണ്ട്. മുഖം കണ്ടാലറിയാം. ഞാനത് അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ എന്താണെന്നറിയാവോ? വീട് വിട്ട് നിൽക്കുന്നതിന്റെ ആണെന്ന്. അത് തന്നെയാവും കാരണമെന്ന് ഞാൻ ആശ്വസിച്ചോട്ടെ. എന്തായാലും തുറന്നു പറയാൻ മടിക്കണ്ട. എനിക്കൊരു പ്രയാസമില്ല. നീ വേഗം കുളിച്ച് റെഡിയാവും. നമുക്ക് ഒന്ന് പുറത്തോട്ട് പോണം. ചെല്ല. അല്ല, ഒരുങ്ങാൻ പറഞ്ഞിട്ട് ഒരുങ്ങിയില്ലേ? ഞാൻ മരുന്നില്ല. അതെന്താ? എനിക്ക് നല്ല മൂടില്ല. അതിന്റെ കാരണമാ ചോദിച്ചത്. ഇവിടെ കാലെടുത്ത് കുത്തി അന്ന് പോലെ ശ്രദ്ധിക്കുന്നതാ. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയില്ല. എപ്പോഴും ഇങ്ങനെ മോൻ വീർപ്പിച്ചിരിക്കാൻ ഇവിടെ ഉള്ളവർ എന്ത് തെറ്റ് ചെയ്തു? ഞാനും അമ്മയും. ഇനി ഞാൻ പെരുമാറുന്ന ഇഷ്ടമാവുന്നില്ല, അത് പറയണം. ഒന്നും മിണ്ടാതെയും പറയാതിരുന്ന നിന്റെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് ഞാൻ അങ്ങനെ അറിയും. അതല്ല, ഈ കല്യാണത്തിന് നിനക്ക് ഇഷ്ടമല്ലായിരുന്നു എന്തുകൊണ്ട് നേരത്തെ തുറന്നു പറഞ്ഞില്ല? പറയാതിരുന്ന പിന്നെ എങ്ങനെയാ അമ്മേ? അത് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആയില്ല. ഒച്ചയെടുത്ത് അയൽവക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോ കുറേയേറെ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി. ആർഭാടവും ദാരിദ്ര്യവും സുഖവും ദുഃഖവും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പങ്കാളി, ഒന്നും ഒളിച്ചു വെക്കാതെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും വിളിച്ചു പറയുന്ന ഒരു ലൈഫ് പാർട്ട്ണർ, അതൊക്കെയായിരുന്നു എന്റെ മനസ്സ്. പക്ഷേ തെറ്റുപറ്റി. ഒരു കണക്കിന് നോക്കിയാൽ നീ ഭാഗ്യവാനാണ്. നിന്റെ കല്യാണം കഴിഞ്ഞ് 3-2 എന്റെ കല്യാണം. ഫസ്റ്റ് നൈറ്റിൽ കുറച്ചു നേരം മിണ്ടായിരുന്നു ഒഴിച്ചാൽ വസന്തഗോകുല ഇതുവരെ നാക്ക് വായിലിട്ടിട്ടില്ല. ആതിര സംസാരിക്കുന്നില്ല എന്നല്ലേ നിന്റെ പരാതി? ഇതിങ്ങൾ സംസാരിച്ചു തുടങ്ങിയ കുഴപ്പാ. എന്തൊക്കെ അറിയേണ്ടത്? നമ്മൾ ഒരു സിമ്പിൾ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇതുങ്ങൾക്ക് ഇഷ്യൂവാ. പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റും. പിന്നെ സഹകരണം, അത് കുറച്ച് അകലത്തി നിർത്തുന്നതാണ് ബുദ്ധി. നിനക്ക് കാര്യത്തിന്റെ ഗൗരവം അറിയില്ല, അതുകൊണ്ടാ. കേട്ടിടത്തോളം ഞാൻ പറയട്ടെ, നീ ഉദ്ദേശിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആതിരയ്ക്ക് നിന്റെ അത്ര മെച്യൂരിറ്റി ഇല്ല. നീ അവളുടെ പ്രായം എന്തുകൊണ്ട് കണക്കിലെടുക്കുന്നില്ല? പ്രായം കണക്കിലെടുക്കാഞ്ഞിട്ടല്ല, കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ ഇത് തന്നെ മതിയെന്ന് തീരുമാനിച്ചത്. പക്ഷേ എന്റെ പൊസിഷനും പ്രായക്കൂടുതലും ഒന്നും അവളോടുള്ള പെരുമാറ്റത്തിൽ ഞാൻ കാണിച്ചിട്ടില്ല. പഠിച്ചോണ്ട് നടന്ന പെണ്ണല്ലേ, പ്രായത്തിൻ്റെതാന്ന് കരുതി നീ അങ്ങ് ക്ഷമിക്കും. 1-2 ദിവസം നീ മിണ്ടാനും പറയാനൊന്നും പോണ്ട. 3-ാമത്തെ ദിവസം അവൾ താനേ നിന്റെ അടുത്ത് വരും. ഷുവർ. നീ ഇതുവരെ എവിടായിരുന്നു? രാവിലെ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയതല്ലേ? വക്കീൽ ഓഫീസിൽ നിന്ന് ജമാല് വിളിച്ചിരുന്നു. നീ ഇന്ന് അങ്ങോട്ട് ചെന്നതേ ഇല്ലെന്ന് പറഞ്ഞല്ലോ. അങ്ങോട്ട് പോയില്ല. വൈകിട്ട് ഉണ്ണിയെ കണ്ടു. അവനുമായിട്ട് കുറച്ചു നേരം കടപ്പുറം സംസാരിച്ചിരുന്നു. ഉണ്ണി അവളെ കൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. വരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടാ. ഇവിടെ ഇപ്പൊ ആരെ സൽക്കരിക്കാൻ പറ്റിയ അന്തരീക്ഷമല്ലല്ലോ. അവളെന്തേ? അവള് കിടന്നു. എല്ലാം കഴിച്ചോ? ഞാൻ നിർബന്ധിച്ചവൻ പേരിന് 2 വെച്ച് കഴിച്ചു. വിവാഹം കഴിക്കാനായിരുന്നു ബഹളം. ഇപ്പൊ അമ്മയ്ക്ക് സന്തോഷമായല്ലോ.
അതിലെ അതിലെ നീ എന്തിനാ കരയുന്നത്? ഞാൻ അപ്പൊ തോന്നിയ വിഷമത്തിന് ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും എന്റെ മനസ്സിലിരിക്കത്തില്ല. അതുകൊണ്ടാ. നീ എന്നോട് ക്ഷമിക്കേ. അച്ഛനെ അമ്മയും കാണാത്തതിലുള്ള വിഷമമാണെങ്കിൽ നമുക്ക് വീട് വരെ ഒന്ന് പോവാം. വേണ്ട, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതാ കുഴപ്പം. പുറത്തേക്ക് ഇറങ്ങിയാൽ മനസ്സിന് അല്പം ആശ്വാസം കിട്ടും. ഇന്നലെ വിളിച്ചപ്പോ മൂടില്ല എന്ന് പറഞ്ഞു. ഇന്ന് മൂടുണ്ടെങ്കിൽ ഒരുങ്ങ. താല്പര്യമില്ലെങ്കിൽ വേണ്ട. എന്താ ചായ കുടിക്കാഞ്ഞത്? കുടിക്ക. നന്ദാ, ദേ ഭാനു വന്നിരിക്കുന്നു. കല്യാണത്തിന്റെ അന്ന് മുങ്ങിയിട്ട് പിന്നെ ഇന്നാണല്ലോ പൊങ്ങുന്നത്. ജീവിതം ഒന്ന് തുടങ്ങിയിട്ട് ഒന്ന് ചില്ലും ചെയ്യാന്ന് വിചാരിച്ചു. അതിന് ഞങ്ങൾ ഇതുവരെ ജീവിതം തുടങ്ങിയിട്ടില്ല. ഒന്നുമില്ല, ചെറിയൊരു സൗന്ദര്യപ്പിണക്കം, അത്രേ ഉള്ളൂ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനൊന്ന് റെഡിയാവട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, എനിക്ക് പറ്റുന്നില്ല ഭാനുട്ടാ. നീ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയ നന്ദേട്ടൻ എന്ത് വിചാരിക്കും? ഇത്രയ്ക്ക് വെറുക്കപ്പെടാൻ മാത്രം അദ്ദേഹം എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എന്തോ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാനാവുന്നില്ല. നീ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന വെറുപ്പ് മാറണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. അതല്ല, ഇനിയും ആ മനുഷ്യനെ വെറുക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരില്ല. നിങ്ങൾ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുവഴി വരുമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. പുറത്തു പോകാൻ പലതവണ വിളിച്ചതാ, ഞാൻ പോയില്ല. ഇപ്പോഴും വിളിച്ചിരിക്കുക, എനിക്ക് വയ്യ. എന്താ അതിരേത്? എന്തുദ്ദേശം നീ ഇങ്ങനെ തുടങ്ങുന്നത്? ഭാനു, വാ കാപ്പിടിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ അമ്മേ പോകുന്നത്. ഞങ്ങൾ നല്ല ഒന്നാന്തരം കുടുംബക്കാരാ. തൊട്ട് നിന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എവിടെ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ സമയം കളയുന്നില്ല. ഞാൻ പോകുന്നുണ്ട്. ആതിര വരുന്ന കാര്യം തീരുമാനമായിട്ടില്ലെന്നാ ആര് തോന്നുന്നു. പറഞ്ഞു വരുന്നില്ലെന്ന്? ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ, അല്ലേ അമ്മേ? അതെ. നോക്കി നിൽക്കാതെ പോയി റെഡി ആവണേ പോ. ജാതകത്തിൽ പൊരുത്തം കുറച്ച് കൂടുതലാണെങ്കിലും ജീവിതത്തിൽ അതങ്ങോട്ട് പ്രാക്ടിക്കൽ ആയിട്ടില്ല അല്ലേ? ആ, ഇവളുടെ സ്വഭാവ മഹിമയെ പറ്റി ഞാൻ തന്ന സ്റ്റഡി ക്ലാസ് വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കുഴപ്പമില്ല, ഞാൻ കുറച്ച് ഉപദേശിച്ചിട്ടുണ്ട്, ശരിയാവും. ഇതല്ലേ ആതിര പഠിച്ച കോളേജ്? അതെ. ഇറങ്ങ. എന്തിനാ? ഇറങ്ങാൻ.
എന്റെ ആലോചന വന്നപ്പോ താല്പര്യക്കുറവ് കാണിക്കാൻ ഒരു കാരണം ഇതായിരുന്നല്ലോ. വിവാഹം കഴിഞ്ഞു എന്ന് വെച്ച് ആതിരയുടെ താല്പര്യങ്ങൾ ഒന്നും സറണ്ടർ ചെയ്യണ്ട. വാങ്ങ്. തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം. അതല്ല, കൂട്ടുകാരികൾക്കൊപ്പം കുസൃതിയും കുന്നായ്മയും കാണിച്ച് നടക്കാൻ പറ്റാത്തത് ഈ വിഷമം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാം. അല്ലേ? നിക്കേ, വൈകിട്ട് വിളിക്കാൻ ഞാൻ ഇവിടെ വരണോ അതോ ക്ലാസ് കട്ട് ചെയ്ത് കൂട്ടുകാരികളുമായിട്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവേ? ഇവിടെ വന്നാ മതി. മതിയല്ല? ഓക്കേ, ബൈ. ഹേമേ, അയ്യോ ദേ നമ്മൾ എന്തായി കാണുന്നേ? വിശ്വാസം വരുന്നില്ല അല്ലേ? എങ്ങനെയെങ്കിലും ചാടി വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എത്ര നേരത്തേക്കാ പരോളിൽ ഇറങ്ങിയിരിക്കുന്നത്? ഉടനെ പോണോ? പരോളല്ല വേണേ, ശരിക്കുള്ള മോചന. ഞാൻ പറഞ്ഞില്ലേ ഈ കേസ് ആ വക്കീലിന്റെ കയ്യിൽ അത്ര എളുപ്പത്തിലൊന്നും ഒതുങ്ങില്ലെന്ന്. അയാൾ വക്കാലത്ത് ഒഴിഞ്ഞോ അതോ വക്കാലത്ത് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ? മനസ്സിലായില്ലടി, ഒന്ന് വിശദമായിട്ട് പറ. ഞാൻ കത്തിൽ എഴുതിയിരുന്ന പോലൊന്നും അല്ല. പിന്നെ ആ വില്ലൻ കട്ട് പുറത്തേ ഉള്ളൂ. മനസ്സ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പൊ നീ കീഴടങ്ങിയോ? അയ്യോ ഇല്ല, കീഴടങ്ങിയാലോ ഒന്ന് ആലോചിക്കുക. വലയിൽ ആരാ വന്നിരിക്കുന്നത് നോക്ക്. കാർമേഘം ഒഴിഞ്ഞ് ആകാശം തെളിഞ്ഞു തോന്നല്ലോ. വരൂ വരൂ, അകത്തേക്ക് വരൂ. വാ. നമസ്കാരം. വരൂ, അകത്തോട്ടിരിക്കാം. ഇരിക്കേ. ഷോക്കേസ്. ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് വരുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ആര് സംസാരിച്ചു? ചേട്ടൻ. ഓ, ഞാനങ്ങ് മറന്നുപോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്നാ മതിയെന്ന്. അല്ലല്ല, നമ്മൾ അങ്ങോട്ട് എന്നിട്ട് അവർ ഇങ്ങോട്ട് വന്നാൽ മതി. അയ്യോ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇങ്ങേരുടെ ഒരു മുടിഞ്ഞ മറവി. രോഗം ഒരു കുറ്റമാണോ? രോഗം ഒരു കുറ്റമാണോ? നിർത്താൻ. ഏതായാലും ഞങ്ങളുടെ കടം തീർന്നല്ലോ. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാമല്ലോ. പിന്നെന്താ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇറങ്ങാൻ പരിചയക്കാരുടെ വീടില്ലാതെ ശ്വാസം മുട്ടി ഇരിക്കുകയായിരുന്നു ഞാനും ചേട്ടനും. അല്ലേട്ടാ? വല ചിലക്കാണ്ടിരി, ഇവർക്കും എന്തെങ്കിലും പറയാനുണ്ടാവും. വലേ? അതെ, വസന്ത കോകില. നീളം കുറച്ച് വാല തുടങ്ങിയ പിന്നെ ചീഫ് മിനിസ്റ്റർ വണ്ടി പോലെ നിർത്താൻ പാടാ. ഭയങ്കര തമാശക്കാരനാ, അതുകൊണ്ട് എനിക്കിവിടെ ബോറടിയില്ല. മിസ്സസ് നന്ദകുമാർ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? അതിന് നീ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണ്ടേ? ആതിരെ ഇതുപോലെ കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ എല്ലാരുമായിട്ടും പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. അയ്യോ, ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തില്ലേ? ഈ തൊട്ടാവാടിയെ വേറൊരു സ്ഥലത്തുനിന്ന് പറിച്ചു നട്ടല്ലേ, അതിന്റെ വാട്ടം ഒന്ന് മാറിയിട്ട് പോവാന്ന് വെച്ചു. അറിയാ, ഒരു മാസത്തെ വെക്കേഷൻ ഇപ്പൊ കോടതി അടയ്ക്കുമല്ലോ, അപ്പൊ ഒരു വിചാരണ പ്ലാൻ ചെയ്യണം. അയ്യോ, എന്നാ നമുക്കും കൂടെ ഒരു വിചാരണ പ്ലാൻ ചെയ്യാല്ലേട്ടാ? അയ്യോ വേണ്ട, വാദി പ്രതിയാവും. വന്നിട്ട് ഇത്രയും നേരമല്ലേ, ഇവർ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? അയ്യോ, ഞാൻ ഇപ്പൊ അത് ഓർത്തതേ ഉള്ളൂ. ചേട്ടൻ വന്ന് തേങ്ങ തിരുവിത്താ, ഞാൻ അവര് നനയ്ക്കാം. തേങ്ങ ചെല്ല് ചെല്ല്. ഇവരിരിക്കുന്നെന്നും പറഞ്ഞ നാണിക്കൊന്നും വേണ്ട. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാ, അല്ലെന്ന് നന്ദേട്ടൻ പറയട്ടെ. തീർച്ചയായും. വന്നേ, നമുക്ക് അടുക്കളയപ്പോ. എന്തോ ഒരു വല്ലാത്ത മണം, കരിഞ്ഞ മണം വരുന്നല്ലോ. എന്റെ ഹൃദയം കരിഞ്ഞ മണമാണ്. ഇത് ഹൃദയമല്ല, ആണ് തുണി കരിഞ്ഞ മണമാണെന്നാ തോന്നുന്നത്. അയ്യോ, എന്റെ ചുരിദാർ തേക്കാൻ വന്നിട്ട് പെട്ടി ഓഫ് ചെയ്തില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി വല്ലേ. എനിക്ക് വയ്യ ഇയാളെ ഒരു മറവി. സാധാരണ എല്ലായിടത്തും ഭാര്യയാണ് ഭർത്താവിന് ഇസ്തിരി ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച. ഒരു ചുരിദാറിന് പകരം നിലയ്ക്കാൻ 9 ചുരിദാർ മേടിച്ചു തരാം വല്ലേ. ഒരു സുബേദാരം കൊണ്ടുതരാം അലക്കാൻ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞായിരുന്നല്ലോ ഇവരുടെ കല്യാണം. എന്നിട്ടും അവർ തമ്മിലുള്ള അടുപ്പം കണ്ടില്ലേ? പാചക കാര്യത്തിൽ എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട, ഞാൻ വന്നിരിക്കും. ഓക്കെ? അതൊന്നും വേണ്ട. ആണുങ്ങൾ അടുക്കള കയറുന്ന എനിക്കിഷ്ടമല്ല. ഞാൻ വെക്കുന്നത് കുറ്റം പറയാതെ കഴിച്ചാ മതി. പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്താശങ്ക? കാലം തെറ്റിയുള്ള വിവാഹമാവുമ്പോ വല്ല പ്രേമനിരാശവും പിടിപെട്ട് കെട്ടുപ്രായവും കഴിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കെട്ടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക. ഇപ്പൊ ഉണ്ടോ? ഇല്ല. മറ്റൊരുവന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരുവളെ ഭാര്യയായി കിട്ടുന്നത് മഹാഭാഗ്യമാണല്ലേ? എന്റെ മനസ്സിൽ മറ്റൊരുവന്റെ ഓർമ്മകളില്ലെന്ന് നന്ദേട്ടൻ എങ്ങനെ അറിയാം? ഉണ്ടോ? ദേ, നെഞ്ചിടിക്കുന്നുണ്ടല്ലേ? പേടിക്കണ്ട, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കോന്തനും ഇല്ല. സത്യം? സത്യമായിട്ടല്ലേ വിശ്വാസാവൂ? വേണ്ട, എനിക്ക് വിശ്വാസം. നന്ദേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാ. തുറന്നു പറയണം, ആതിരയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് മാസം 3 ആയില്ലേ? എന്നെ ഇതുവരെ നന്ദേട്ടൻ കോടതിയിലൊന്ന് കൊണ്ടുപോയോ?
അഡ്വക്കേറ്റ് നന്ദകുമാർ കോടതിയിൽ ഷൈൻ ചെയ്യുന്ന കാണാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊതി കാണില്ലേ? അത്രേ ഉള്ളൂ. നല്ലൊരു കേസ് വരട്ടെ, അപ്പൊ കൊണ്ടുപോവാം. അപ്പൊ ഇപ്പൊ വക്കീലിന് കേസൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ ഉള്ളത് മോഷണം, പിടിച്ചുപറി, അതിർത്തി തർക്കം, ഇതൊക്കെയാ. ഗായത്രി മേനോൻ കൊലക്കേസിന്റെ വാദം തുടങ്ങട്ടെ, അപ്പൊ കൊണ്ടുപോവാം. മണി 12. തൽക്കാലം കേസ് കിട്ടഴിക്കണ്ട, ബെഡ്റൂം അതിനുള്ളതല്ല കേട്ടോ. ഞാൻ വീട്ടിൽ പോയിട്ട് വരിക. അമ്മ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. വക്കീലെന്തി വഴി തള്ളിട്ട് പോയ? അങ്ങനെ വഴി തള്ളിയിട്ട് പോകുന്ന വക്കീലല്ല, ഇവിടെ അടുത്തൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാ. ഇപ്പൊ എത്തും. എത്തിയല്ലോ. ഹായ്. എന്റെ അമ്മോ, ഭയങ്കര ആയുസാ. തല്ലി കൊന്നാലും ചാവൂല. നന്ദേട്ടാ, നമുക്ക് ഓഫീസിലൊന്ന് കയറാം. എനിക്ക് മിസ്സിസ് ആതിര നന്ദകുമാറിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. പണ്ടാണെങ്കിൽ ആരോടും ചോദിക്കാതെ പറയാതെ വിളിച്ചോണ്ട് പോകാമായിരുന്നു. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. അതിനെന്താ, നമുക്ക് പോവാലോ അല്ലേ? വന്നോന്ന് ആതിര നന്ദകുമാറിന്റെ ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് പോവാ. ഇനി ഇപ്പൊ ഓസിനൊന്നും പറ്റില്ല. അത് ശരിയാ. ജോലി ചെയ്യണമെങ്കിലേ ന്യായമായിട്ടുള്ള പേയ്മെന്റ് തന്നെ വരേണ്ടി വരും. പേയ്മെന്റ് തന്നില്ലെങ്കിലും മൈൻഡ് അങ്ങ് പേ ചെയ്തേക്കാം. മതിയോ? നിങ്ങൾ വിട്ടോ, ഞാൻ ബൈക്ക് വന്നോളാം. ഉണ്ണിയേട്ടൻ ഇത്ര ധൃതി വെച്ച് എങ്ങോട്ടാ? മരിക്കാൻ കോടതിയിലോട്ട്, അല്ല പിന്നെ എങ്ങോട്ടാ? എന്നെ എന്റെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടല്ലേ ഉണ്ണിയേട്ടൻ പിന്നെ പോകുന്നത്? ആ പതിവ് ഞാൻ നിർത്തി. അല്ല പോകുന്ന നിർത്താൻ എന്താ സർക്കാരിന്റെ ആനുകൂല്യമാണോ? ഓ, അതിന്റെ കാരണം എനിക്കറിയേണ്ടത്. കാരണത്തല്ല നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. എടി, ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. തൊഴാം വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. നിന്നെ ഈ കോലത്തിൽ കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കളഞ്ഞില്ലല്ലോ. ഉണ്ണിയേട്ടന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ? നിർത്തിക്കോ. പരുവുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി. പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടി പോരുത്. എന്റെ കണ്ണു വെട്ടത്തു പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്ത പ്രാന്ത് തോന്നാൻ ഇയാൾ എന്തോന്ന് വെളുത്ത ആദിവാസിയാ? സാർ, ചന്ദ്രബാനുവിന്റെ ഫോൺ ഉണ്ടായിരുന്നു. എന്താ? സാറിന്റെ വൈഫിന് പെട്ടെന്ന് എന്തോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയ തലയിറക്കം. നൗ ഷീസ് ഓക്കെ. അഡ്വക്കേറ്റ് നന്ദകുമാറിന് ഒരു ജൂനിയർ ഉണ്ടാകാൻ പോകുന്നു. റിയലി? വെരിഷിനോ? അകത്തുണ്ട്, ചെല്. ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് പോരാ. ഉറക്കമാണോ? ഏയ്, ഞാൻ കേട്ടത് നേരെ. മോൻ അറിയോ ഈ അങ്കിളിനെ? ഇത് പിടിച്ചേ മോനെ, അങ്കിളിന്റെ വക ഒരു സമ്മാനം. സാറല്ലേ? ഇല്ല, പുറത്തു പോയിരിക്കുക. എന്റെ പേര് ഭൈരവൻ. സാറിനെ കാണാൻ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. വരട്ടെ? ശരി. സാറിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യാമായിരുന്നില്ലേ? നമ്മൾ പൂഴ്ത്തിവെച്ച തെളിവുകളൊക്കെ അയാൾ സംഘടിപ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ വല്ലതും ആണെങ്കിൽ നമ്മൾ എത്ര ശക്തമായി വാദിച്ചാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. താനൊക്കെ പിന്നെ എന്തിനാണ് വക്കീലെന്ന് പറഞ്ഞ് നടക്കുന്നത്? വാദിഭാഗം വക്കീലിനെ സ്വാധീനിച്ച് കാര്യം സാധിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് തന്റെ ആവശ്യം എന്തിനാ? ഭൈരവൻ അയാളെ അറിയാൻ